മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ആലുവയിൽ കാണാതായ 14-കാരനെ കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയത് തിരുവനന്തപുരം എറണാകുളം ട്രെയിനിൽ നിന്ന്. കുട്ടിയെ അച്ഛനൊപ്പം വീട്ടിലേക്ക് അയച്ചു. വിവരങ്ങളുമായി വിജിതയാണ് ചേരുന്നത്. വിജിത, കഴിഞ്ഞ ദിവസമാണ് ഈ 14-കാരൻ വീട്ടിൽ കത്തെഴുതി വെച്ച് കാണാതായത്. എന്തായാലും ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. കുട്ടി ഇപ്പോൾ സുരക്ഷിതനാണോ വിജിത? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടെയാണ് കുട്ടിയെ കാണാതായത്. കുട്ടി വീട്ടിൽ കത്തെഴുതി വെച്ച് പോകുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇന്നലെ തന്നെ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്ത് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടന്നിരുന്നത്. അതിനിടയിൽ വേറെ പല ട്രെയിനിലും കുട്ടി കയറിയിട്ടുണ്ടാകാമെന്ന സംശയം ഉദിക്കുകയും അതിനെ തുടർന്ന് വലിയ രീതിയിൽ തന്നെ പരിശോധന നടക്കുകയും എല്ലാം ചെയ്തു വരുന്നതിനിടെയാണ് കുട്ടിയെ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയിൽ വെച്ച് കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കുട്ടിയുടെ അച്ഛന്റെ കൂടെ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നു. കുട്ടി നിലവിൽ സേഫാണ്, സുരക്ഷിതമാണ് എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ കുട്ടിയെ കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെ അച്ഛനെ വിളിച്ചു വരുത്തുകയും അച്ഛന്റെ കൂടെ ഈ 14-കാരനെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി വിജിത, വ്യക്തമാണ്. ആലുവയിൽ കാണാതായ 14-കാരനെ കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയത് തിരുവനന്തപുരം എറണാകുളം ട്രെയിനിൽ നിന്നാണ്. കുട്ടിയെ അച്ഛനൊപ്പം വീട്ടിലേക്ക് വിട്ടയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കുട്ടി കാണാതായത്. വീട്ടിൽ കത്തെഴുതി വെച്ചാണ് കാണാതായത്. എന്തായാലും കുട്ടി ഇപ്പോൾ സുരക്ഷിതമായ രീതിയിൽ തന്നെ കണ്ടെത്തി അച്ഛനോടൊപ്പം വീട്ടിലേക്ക് അയച്ചുവിട്ടിട്ടുണ്ട്.